ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ടു വന്ന തോമസ് ആൽവ എഡിസൺ അമ്മയ്ക്കു നേരെ ഒരു പേപ്പർ കഷ്ണം നീട്ടിക്കൊണ്ട് പറഞ്ഞു, അമ്മയ്ക്ക് വേണ്ടി ക്ലാസ് ടീച്ചർ കൊടുത്തുവിട്ട കത്താണെന്ന്. ആകാംക്ഷയോടെ അമ്മ കത്തിലോട്ട് നോക്കി. കത്ത് വായിച്ചതിന് ശേഷം അമ്മയുടെ മുഖമൊന്നും മങ്ങി. കാരണം അത്ര നല്ല വാർത്തയൊന്നുമല്ലായിരുന്നു തോമസ് ആൽവ എഡിസനെ കുറിച്ച് ടീച്ചർ എഴുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മുഖമൊന്ന് മങ്ങി. ഉടനെ കരയാൻ തുടങ്ങി. ഭാവമാറ്റം കണ്ട എഡിസൺ ചോദിച്ചു, എന്താണമ്മേ ആ കത്തിൽ? അമ്മ ആ കാര്യം മകനോട് പറഞ്ഞില്ല. പകരം പറഞ്ഞു, നിങ്ങളുടെ സ്കൂൾ വളരെ ചെറിയ സ്കൂളാണ്. അവിടുത്തെ അധ്യാപകരോ സൗകര്യങ്ങളോ നിന്നെ പഠിപ്പിക്കാനാവില്ല. അതുകൊണ്ട് എന്നോട് തന്നെ കൂടുതൽ സമയമെടുത്ത് പഠിപ്പിക്കുന്നതാകും ഉചിതമെന്ന് പറഞ്ഞതാണെന്ന്. നീ ഇനി സ്കൂളിലേക്ക് പോകണ്ട എന്നും പറഞ്ഞു. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. തോമസ് ആൽവ എഡിസൺ ലോകമറിയുന്ന നൂറ്റാണ്ടിലെ തന്നെ വലിയ ശാസ്ത്രജ്ഞനായി മാറി. ഒരു ദിവസം എഡിസൺ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കെ ഒരു പഴയ പേപ്പർ കഷ്ണം കിട്ടി. അന്ന് തൻ്റെ ടീച്ചർ അമ്മയ്ക്ക് വേണ്ടി കൊടുത്തുവിട്ട കത്തായിരുന്നു അത്. എഡിസൺ അത് തുറന്നു നോക്കി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നിങ്ങളുടെ കുട്ടി ഒരു മന്ദബുദ്ധിയാണ്. ഇവനെ പഠിപ്പിച്ച് സമയം കളയാൻ ഞങ്ങൾക്കാവില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇവനെ പഠിപ്പിച്ചോളൂ. ദയവ് ചെയ്ത് ഇനി ഇവനെ സ്കൂളിലേക്ക് വിടരുത് എന്ന്. ഉടനെ തന്നെ തോമസ് ആൽവ എഡിസൺ തൻ്റെ റൂമിലേക്ക് പോയി. എന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് വാവിട്ട് കരഞ്ഞു. പിന്നെ തൻ്റെ ഡയറി എടുത്ത് ഇങ്ങനെ കുറിച്ചു, മന്ദബുദ്ധിയായ എന്നെ ലോകത്തിന് മുന്നിൽ മഹാനാക്കിയ എൻ്റെ അമ്മയാണ് യഥാർത്ഥ ധീര. തളരരുത്, നിങ്ങൾക്കാകാം നാളത്തെ ധീരവനിതയോ ധീരപുരുഷനും. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുവരെയായിട്ടും ഞങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.